ബീട്രൂട്ട് കിച്ചടി കിച്ചടി കേട്ടോ ഇനി ഇടുന്നത്. പച്ചടിയും മറ്റേ പേരെപ്പോഴും തിരിഞ്ഞു. അപ്പൊ കിച്ചടി എന്തുവാ? ഇത് വിളമ്പാതെന്ന് ഭയങ്കര പാട്. തിരുവോണത്തിന് അവധി ദിവസങ്ങളിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഹായ്, വെൽക്കം ബാക്ക് ടു ജി സ്റ്റേ വ്ലോഗ്സ്. അപ്പൊ ആദ്യമായിട്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ തിരുവോണ ആശംസകൾ. എല്ലാരും സദ്യയൊക്കെ കൊണ്ട് തയ്യാറായിട്ടിരിക്കുകയല്ലേ. അപ്പൊ ഞങ്ങളും ഞങ്ങളെ തിരുവോണ സദ്യ കഴിക്കാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുക. ഐറ്റംസ് ഒക്കെ റെഡിയാണ്. അപ്പൊ നമുക്ക് തിരുവോണ സദ്യ കഴിക്കുന്നതിലേക്ക് പോവാം. ഈ സൈഡ് രണ്ടെണ്ണം ഇടാം. നമ്മള് മൂന്നുപേരല്ലേ ഉള്ളൂ, ഉണ്ണിയമ്മ ഇല്ലല്ലോ ഇപ്രാവശ്യം. ഞങ്ങള് സ്ഥിരമായിട്ട് ഞങ്ങള് 4 പേരുണ്ട്, അറിയാലോ. എന്റെ അനിയത്തിയുണ്ട്. അനിയത്തി ഈ പ്രാവശ്യം റഷ്യയിലായിപ്പോയി. അതുകൊണ്ട് അവർക്ക് ഓണസദ്യ ഞങ്ങളുടെ കൂടെ, അവള് അവിടെ ആഘോഷമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, അവിടെ ഇന്ത്യൻ പിള്ളേരൊക്കെ. അപ്പൊ നമ്മള് ഇപ്രാവശ്യം അനിയത്തിയില്ല, ഞങ്ങള് 3 പേരേ ഉള്ളൂ ഇപ്രാവശ്യം ഓണസദ്യ. എല്ലാ പ്രാവശ്യം അവളെ കാണുന്നതാ, ഇപ്രാവശ്യം അവളെ മിസ് ചെയ്യുന്നു. എന്താ ചെയ്യാനാ, കുഴപ്പമില്ല. ഇപ്പൊ വരുമല്ലോ, ഇപ്പൊ 4ാമത്തെ കൊല്ലമായി. ഇപ്പൊ 2 വർഷം കഴിയുമ്പോൾ അവള് കഴിഞ്ഞു വരും. നമുക്ക് ഒരുമിച്ച് ഇരുന്ന് കഴിക്കാം. അപ്പൊ ഗൈസ്, നമ്മുടെ സദ്യക്ക് വേണ്ടിയുള്ള എല്ലാ ഐറ്റംസും വന്നിട്ടുണ്ട്. ഞാൻ എല്ലാം നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പം എല്ലാം വിളമ്പി നമുക്ക് സദ്യ ഉണ്ണാൻ വേണ്ടി ഇരിക്കാൻ പോകട്ടെ. ഇതൊക്കെയാണ് ഇപ്പൊ ഐറ്റംസ്. വേണ്ട ചോറ്, സാമ്പാർ, പരിപ്പ്, പപ്പടം, അവിയല്, തോരൻ, ബീട്രൂട്ട് പച്ചടി, മറ്റെന്തോ പച്ചടി. ഇത് രണ്ടും തിരിഞ്ഞു പോകും എപ്പോഴും കേട്ടോ. പിന്നെന്ത് മുളക്, പുളിശ്ശേരി, ബോളി, ഇത് പച്ചമോരാ കേട്ടോ. പച്ചമോര്, പഴം, അടപ്രഥമൻ. പിന്നെ ഇത് നമുക്ക് ഇങ്ങനെ പായസത്തിനകത്ത് ഇടുന്നൊരു സാധനം കേട്ടോ. മറ്റേ പാൽപ്പായസമൊക്കെ ഉള്ളത് അതിനകത്തിട്ട് ഇങ്ങനെ കഴിക്കാൻ രസം. ഇത് നമ്മുടെ പാവയ്ക്കാപ്പൊരിയൽ ഇല്ലേ, പാവയ്ക്കാപ്പൊരിയല്, ചിപ്സ്, അച്ചാർ, അങ്ങനെ ഇത്ര ഐറ്റംസ് ഉണ്ട്. നമുക്കപ്പം എല്ലാം കൂടെ വിളമ്പാം. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് ഇച്ചിരി ചിപ്സ് 2 വെച്ച് വെച്ചാൽ മതിയല്ലേ. ചിപ്സ് വെച്ച് ഇനി എന്തുവാ, അച്ചാർ ഇടട്ടെ. ഇനി നമുക്ക് അച്ചാർ വിളമ്പാം. മാങ്ങാച്ചാറാണേ. അടുത്ത നമ്മള് ഇഞ്ചി അച്ചാർ ഇടുന്നു. ഇത്ര മതിയോ? അച്ചാറ്. ഇനി നമുക്ക് നാരങ്ങാച്ചാർ ഇടാൻ പോവാം. ബീട്രൂട്ട് കിച്ചടി കേട്ടോ ഇനി ഇടുന്നത്. അടുത്ത വെള്ളരിക്ക പച്ചടി. ഈ പച്ചടി മറ്റേ പേരെപ്പോഴും തിരിഞ്ഞു. അപ്പൊ കിച്ചടി എന്തുവാ? ഇനി അവിയല് കേട്ടോ. അവിയല് വിളമ്പാൻ പോവാ. അവിയലാണോ? അടുത്തത് എന്തോ ക്യാബേജാ. ക്യാബേജ് പറഞ്ഞ കേട്ടോ ഇനി ഇടുന്നത്. ഇത് വിളമ്പാതൊന്നും ഭയങ്കര പാട്. പാവയ്ക്കാപ്പൊരിയില്ല കേട്ടോ, അതാ ഇടാൻ പോന്നെ. അയ്യോ, വറ്റൽമുളക് കേട്ടാ, വറ്റൽമുളക് നമ്മളിങ്ങനെ ഇടാൻ പോന്നെ. ഒറ്റമുളകല്ലേ, തൈരുമുളക് ഒറ്റമുളകല്ലേ. തെറ്റിപ്പോയി. എന്തുവാ? അല്ല, പപ്പടം വെക്കാം. പപ്പടം കേട്ടോ, പപ്പടം. 2 വെച്ച് വെക്കാം. 2 വെച്ച് വെക്കുക. ഉണ്ണിമായിക്കൊന്നും അറിയത്തില്ല. ഇനി ചോറിടാൻ പോട്ടെ. ചോറ് നല്ല വെയിറ്റ് ഉണ്ടല്ലോ. മതിയാ? ഇനി പരിപ്പ്. ബോള് വെച്ചില്ല. എല്ലാം സെറ്റാക്കി, എല്ലാവരും കാണിച്ചു കൊടുത്തു. മൊത്തത്തിൽ കാണിച്ചു കൊടുത്തു. എനിക്ക് അത്ര പരിചയമൊന്നും ഇല്ല ഇത് വിളമ്പി. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വിളമ്പിയിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും കണ്ട സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ടല്ലേ. ആടെ എല്ലാവരും നോക്ക്, സദ്യ ഒരു ഓണ സദ്യ കഴിക്കും. നോക്കാം, അമ്മ നോക്ക്.
നെക്സ്റ്റ് ഞങ്ങൾ കഴിച്ചോണ്ടിരിക്കുക സദ്യ. അടിപൊളി കേട്ടോ, സൂപ്പർ. എല്ലാവരും സദ്യ കഴിക്കുക ഈ ടൈമില്, കഴിക്കുക, അടിച്ചു പൊളിക്കോ. അപ്പൊ നമ്മൾ ഉച്ചക്കത്തെ സദ്യയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് നേരെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഒന്ന് കറങ്ങാൻ ഇറങ്ങി കേട്ടോ. അപ്പൊ നമ്മള് നേരെ അച്ഛനും അമ്മയും ഞാനും എല്ലാരും ഉണ്ട്. അപ്പൊ ഞങ്ങൾ നേരെ അഴീക്കൽ ബീച്ചിലോട്ട് പോവാ. അഴീക്കൽ ബീച്ചിലേക്ക് പോവാ കേട്ടോ. അപ്പം ഒന്നാമത് ഓണം കഴിഞ്ഞുകൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും. ഞാൻ ഒരു പ്രാവശ്യം അന്ന് മറ്റേ ഷോർട്ട് വീഡിയോ ഇട്ടോ നിങ്ങൾ കണ്ടില്ലേ തിരക്ക്, അന്നൊരു വർക്കിംഗ് ഡേ ആയിരുന്നു, എന്നിട്ട് പോലും നല്ല തിരക്ക്. അപ്പൊ ഇന്ന് നല്ല തിരക്കായിരിക്കും. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക അവിടെ അഴീക്കൽ റൂട്ട്. ആണ്ട് നല്ല രസം കേട്ടോ കാണാന്, അടിപൊളിയാ. ഇങ്ങനെ ഇല്ലേ കൂടെ ഉള്ള ഈ സൈഡ് കായലാട്ടോ, ഈ ഒരു സൈഡ് കായലും ഈ സൈഡ് കടലുമായിട്ട്. സത്യത്തിൽ ഈ രണ്ട് പാലം ഇല്ലെങ്കിൽ നമ്മുടെ പണിക്കരോട് പാലവും അതാണെങ്കിൽ മറ്റേ കല്ലമ്പൂട്ടിക്കടവ് പാലം ഒന്നും ഇല്ലെങ്കിൽ ആലമ്പിടിയ, പിന്നെ ഇപ്പൊ അഴീക്കൽ പാലം പുതിയതായിട്ട് വന്നു. ആ രണ്ട് പാലം ഇല്ലെങ്കിൽ ഐലൻഡിന് തുല്യമാണ് നമ്മുടെ അഴീക്കൽ എന്ന് പറയുമ്പോ. അത് കായലും കടലും വളരെ അടുത്തടുത്ത് മീറ്ററുള്ള വ്യത്യാസമേ ഉള്ളൂ. സമീപ ഭാവിയിലായിട്ട് ഒന്നാവോ എന്ന് അറിയാൻ പറ്റും, അത്രയ്ക്ക് അടുത്ത് കിടക്കുകയാണ്. പക്ഷെ ഇപ്പം തിരക്ക് കുറവായില്ലേ? എനിക്കൊന്ന് വൈകുന്നേരം ആവുമ്പോ മറ്റൊരു സ്ഥലത്തെ കൊണ്ടല്ലേ ഇവിടുത്തെ ആൾക്കാരല്ല വളരെ സൗഹാർദ്ദമായിട്ട് ഒരുമിച്ച്. അവർക്ക് വേറെ ഏരിയ പോയാൽ അവർക്ക് ഇവിടുത്തെ ആ രീതി അവർക്ക് പിന്തുടരാൻ പറ്റുന്നത്. ഇവിടെ വളരെ സൗഹാർദ്ദമായിട്ട് നല്ലൊരു ഫിഷിങ്ങും പിന്നെ എംപ്ലോയീസ് ആയാലും നല്ല രീതിയിലുള്ള ഒരു സ്ഥലമാണ്. എംപ്ലോയീസ് മറ്റേ ഉദ്യോഗസ്ഥരത്തില്ലയോ? എല്ലായിടും ഉണ്ട്. ഈ ചായക്കട അറിയാം, പണ്ട് വെറും ഒരു കുഞ്ഞു ചായക്കടയായിരുന്നു, ഇപ്പൊ അതങ്ങ് മെച്ചപ്പെട്ട്. ഈ കുടിൽ നിന്ന് കാണുന്നുണ്ടോ? ഇതൊരു അമ്പലമായിട്ട് കേട്ടോ. വൈകുന്നേരം ഇവിടെ വിളക്ക് കത്തിക്കൊക്കെ ചെയ്യും. ഒരു അമ്മൂമ്മ കണ്ടു വന്നത്. ഇതിന് കടലാണ്ട് ഇത്രയും കേറിയൊക്കെ വന്നേക്ക് കേട്ടോ. പണ്ടങ്ങ് ദൂരെ കിടന്ന കടല, ഇപ്പൊ എന്താ ഇത്രയും അടുത്ത് വന്ന്. ചിലപ്പോഴൊന്നും യാത്ര നല്ല രസമാണ് ഈ സമയത്തൊക്കെ. മഴ സമയത്ത് പക്ഷെ ഇച്ചിരി ഇല്ല, അതിന് രസമാണ്, പക്ഷെ ഇച്ചിരി ഡേഞ്ചറും കൂടെ ആണ്. എന്ന് വെച്ചാൽ കടല് ഭയങ്കര പ്രക്ഷുബ്ധമായിട്ട് കിടക്കുന്ന ഒരു സമയമായിരിക്കും. ആ ഒരു സമയമാകുമ്പോ ഭയങ്കര അതിശക്തമായിട്ട് ഫുട്ബോൾ ഗ്രൗണ്ട് ഇവിടെ ഫുള്ള്. നമ്മൾ ഈ പോകുന്ന വഴി മൊത്തം ഇത് കണക്ക് ഫുട്ബോൾ ഗ്രൗണ്ട് കേട്ടോ. ഫുട്ബോൾ കളിയും ക്രിക്കറ്റ് കളിയും ഒക്കെ ആയിട്ട്. ഇപ്പൊ ഗൈസ് നമ്മൾ ബീച്ചിലേക്ക് എത്തി. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ, നല്ല തിരക്കുണ്ട് കേട്ടോ. നമ്മൾ പ്രതീക്ഷ കണക്ക് തന്നെ നല്ല തിരക്കുണ്ട്. ഓഫ് ഡേ എവിടെ ഇടും? എവിടെ ഇടും? ഇവിടെ പെയ്ഡാ കേട്ടോ. നേരെ പോയി കുറച്ചുകൂടെ പോയി നോക്കാം. നമ്മള് കാറ് കണ്ട് ഇവിടെ പാർക്ക് ചെയ്ത് കേട്ടോ. പാർക്ക് ചെയ്തിട്ട് ഇതാണ് ബീച്ച്. അത്യാവശ്യം ഇത് കണ്ടോ, നിങ്ങൾ കാണുമ്പോ തന്നെ അറിയാലോ, നല്ല തിരക്കുണ്ട്. അത്യാവശ്യം ഇന്നിപ്പോ വർക്കിംഗ് ഡേ കൂടെ ആയതുകൊണ്ട്, അല്ല സോറി ഹോളിഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. എത്ര റേറ്റ്? 30 രൂപ കേട്ടോ, 30 രൂപ കാറിന് പാർക്കിങ്ങിന്. ഇവിടെ ബൈക്കിന് 10. ബൈക്കിന് 10 രൂപയും കാറിന് 30 രൂപ കേട്ടോ പാർക്കിംഗ് ഫീസറായിട്ട് വരുന്നത്. അറിയാം, മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. അപ്പൊ ഗൈസ് ബീച്ചിലേക്ക് പോകട്ടോ നമ്മള്. നല്ല വെയിലുണ്ട് കേട്ടോ. മണി ഇപ്പൊ 5 മണിയായി, പക്ഷെ അത്യാവശ്യം നല്ല വെയിലുണ്ട്, തിരക്കും ഉണ്ട് ഗൈസ്. അപ്പൊ നമ്മള് ബീച്ചിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. കാല് നനയ്ക്കുന്നില്ല കേട്ടോ, ജസ്റ്റ് നല്ല തിരക്ക് കണ്ടോ. തിരുവോണമായിട്ട് ഇന്ന് അവധി ദിവസം അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ, നല്ല തിരക്കുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് അല്ലേ? കടല് അത്രയ്ക്ക് റഫൊന്നുമില്ല ഈ ഒരു ടൈം. ഇപ്പം മഴക്കാലമൊക്കെ ആകുമ്പോഴാണ് അത്യാവശ്യം നല്ല റഫാവുന്നത്. ഇപ്പൊ നല്ല ശാന്തമായിട്ട് തന്നെ കിടപ്പുണ്ട്. ആൾക്കാരൊക്കെ മറ്റേ ഒരുപാട് റഫായി കഴിഞ്ഞാൽ ഇവിടെ കാല് നനയ്ക്കാനൊന്നും ആൾക്കാരെ ഇറക്കത്തില്ല. പക്ഷെ ഇപ്പൊ കണ്ടപ്പോ എല്ലാരും ഇറങ്ങുന്നുണ്ട്, അതൊന്നും കൂടെ കാണാൻ പറ്റും. പിന്നെ ഇത് കണക്കുള്ള കടകളുണ്ട് കേട്ടോ. നമുക്ക് ചെറിയ രീതിയിലുള്ള സ്നാക്സോ ഐറ്റംസോ ഒക്കെ കഴിക്കാൻ വേണ്ടി കടകളൊക്കെ ഉണ്ട്. ഐസ്ക്രീം ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം ഐസ്ക്രീം കഴിക്കാനുള്ള ഒരു മൂഡില്ല, നമ്മൾ മേടിക്കുന്നില്ല. അടിപൊളി, നല്ല വൈബ്, സൂപ്പർ.
വെയിലുണ്ടെങ്കിൽ അത്രയ്ക്കും ചൂടില്ല കേട്ടോ. പക്ഷെ അമ്മയ്ക്ക് വെയിൽ കൊള്ളാം അത്ര വയ്യെന്നാവണം, അമ്മ അവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഞാനും അച്ഛനും കൂടെ അങ്ങ് നടക്കാൻ അങ്ങോട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു. അത് കണക്ക് ഇവിടെ ഇത് കണക്ക് ഡ്രോയിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഓരോ വാൾസിൽ ഇങ്ങനെ അടിപൊളിയായിരുന്നു. ഈ നാട്ടിൽ തന്നെ കലാകാരന്മാർ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ മൈക്കിൾ ജാക്സൺ ബീറ്റ്ൽസ് എന്നുള്ള അതിനകത്തുള്ള ഒരു സ്കെച്ച് നല്ല പെർഫെക്ഷൻ ഉണ്ട് കേട്ടോ. അതെടുക്കാൻ നമ്മുടെ ഫുട്ബോളിലെ കിങ്സ്, ബ്രസീലിൻ്റെ പെലെയും അർജൻറ്റീനയുടെ മർഡോണയും. അപ്പം ബ്രസീൽ ഫാൻസ് അർജൻറ്റീന ഫാൻസൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്തോ കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ആ ഡ്രോയിങ്സൊക്കെ, നല്ല പെർഫെക്ഷൻ. അതിനൊക്കെ ഈ ഒരു ഹോഴ്സ് റൈഡിങ്ങിനെ കുറിച്ച് ചേട്ടനടുത്ത് ചോദിച്ചേട്ടോ, റേറ്റിംഗ് കാര്യങ്ങളൊക്കെ. ആ ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് ഒരാൾക്ക് വരുന്നത് 100 രൂപ കേട്ടോ. അതിന് കുട്ടികൾക്കും ഉണ്ട്, അത് 100 രൂപ തന്നെ റേറ്റ് വരുന്നത്. അതിനൊക്കെ ഇങ്ങനെ പട്ടം പറത്താം കേട്ടോ. വൈകുന്നേരമൊക്കെ വന്ന് ഇങ്ങനെ പട്ടമൊക്കെ പറത്തി നല്ല രസമില്ല, ഒന്ന് എൻജോയ് ചെയ്ത് നിൽക്കാൻ. പക്ഷേ നമുക്ക് പട്ടം വിൽക്കുന്ന ആരെയും കണ്ടില്ല, അതുകൊണ്ട് റേറ്റും കാര്യങ്ങളും ചോദിക്കാൻ പറ്റിയില്ല. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാം കേട്ടോ, അത് ഉറപ്പാണ്. അപ്പൊ ഗൈസ്, ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. എല്ലാവർക്കും കാഴ്ചയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലേ? ഇവിടെ പക്ഷെ മെയിൻ ആയിട്ട് ഒരു പ്രശ്നം എനിക്ക് തോന്നി, ഞാൻ ഇപ്പൊ അച്ഛനോട് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്തില്ലായിരുന്നോ? അപ്പൊ വേസ്റ്റ് കൊണ്ട് ഇഷ്ടം പോലെ, അതായത് സിറിഞ്ച്, നമ്മുടെ മെഡിക്കലിന് ഉപയോഗിക്കുന്ന സിറിഞ്ചസ്, അതിന്റെയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞായിരിക്കും അതൊക്കെ കൊണ്ട് ഇവിടെ കളഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണുമ്പോ അറിയാം, നോക്കുമ്പോ അറിയാം. അതായത് കണ്ടോ, ഇവിടെയൊക്കെ ശരിക്കും പ്ലാസ്റ്റിക്സിന്റെ അത് കണക്ക് അല്ലാതെയും കുറെ വേസ്റ്റ് ഒക്കെ ഇത് കണക്ക്. ഇത് നമ്മളെ തന്നെ നമ്മുടെ ഇവിടെ ചീത്തയാക്കുന്നതെന്ന് പറയുന്ന ഈ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് ഒരു ഡസ്റ്റ്ബിൻ എന്തെങ്കിലും വെച്ചിട്ട് കൊണ്ടിടാൻ ഇത്ര ഇത് വരത്തില്ല. പക്ഷെ ഇന്നിപ്പോ എനിക്ക് എന്തോ ഒരു ചെറിയ ക്ലീനിങ് നടന്നിട്ടുണ്ട് തോന്നുന്നു കേട്ടോ. പക്ഷെ അന്ന് വന്നത് ഇവിടെ മൊത്തം സിറിഞ്ചസും ഒക്കെ ആയിരുന്നു. ആ ഷോർട്ട് വീഡിയോക്കകത്ത് ഞാൻ അത് എടുത്തില്ലെന്നേ ഉള്ളൂ അന്ന്. പക്ഷെ ഒന്നും കൂടെ ക്ലീൻ ആക്കാൻ അടിപൊളി. ഇപ്പൊ അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ട് നമ്മുടെ ബീച്ച് ഇരിക്കുന്നത് അല്ലേ? ആ ഏരിയ ഉണ്ട്. അതെ 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 അതെ, കൊള്ളാം കേട്ടോ, സംഭവം കൊള്ളാം. അതെ അതെ, നിങ്ങളുടെ സന്ധ്യ ആകുമ്പോൾ ഇപ്പൊ ഒരു 5:30 ആവാറായെന്ന് തോന്നുന്നു. 6 മണിയൊക്കെ ആകുമ്പോൾ ശരിക്കും തിരക്ക് വരും. എന്ന് വെച്ചാൽ വെയിൽ നല്ലോണം താന്നു കഴിയുമ്പോഴേ നല്ല ആൾക്കാർ വരും. പിന്നെ എനിക്കൊന്ന് ഈ ബീച്ചും നല്ല വലിയ അപകടകരമായിട്ട് നമ്മുടെ കൊല്ലം ബീച്ച് ചില പോർഷൻസ് ഒക്കെ ഭയങ്കര റെഡ് ഫ്ലാഗ് വരും. ഇപ്പൊ ഇവിടെ അത്രയും വിഷയമില്ലെന്ന് തോന്നുന്നു കണ്ടിട്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, ഇഷ്ടം പോലെ വരും. കിടന്ന് ഇറങ്ങിയാൽ കുളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ അത്രയും ഡേഞ്ചർ അല്ലെന്ന് തോന്നുന്നു എന്ന് വെച്ച്. പക്ഷെ വീണ്ടും അറിയാൻ നേരം ഇറങ്ങുന്നതായിരിക്കും നല്ലത്, ഇല്ലയോ? നമ്മൾ വെറുതെ എല്ലാരും അങ്ങനെയുള്ള നല്ല അറിയാവുന്നവര് ഇറങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ. കൊള്ളാം. പക്ഷെ നമുക്ക് ഇഷ്ടം, അന്ന് ഞാൻ വന്നതിനെക്കാട്ടി ഇന്ന് വൈബ് ഉണ്ട്. അന്ന് വന്നപ്പോ നല്ല ഈ ലൈറ്റ് ഒക്കെ അങ്ങ് പോയായിരുന്നു. അപ്പൊ ആ ഷോർട്ട് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, ഒട്ടും ക്ലിയർ അല്ല വീഡിയോസ് ഒന്നും. പക്ഷെ ഇപ്പൊ നല്ല ഈ സൂര്യന്റെ പ്രകാശമൊക്കെ അടുപ്പിച്ച് നല്ല രസമുണ്ട് ഇപ്പം കാണാൻ നമ്മുടെ ബീച്ച്. അപ്പൊ ഞങ്ങളപ്പം ബീച്ചൊക്കെ മൊത്തം കറങ്ങി എല്ലാം കണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ. അന്ന് ഷോർട്ട് വീഡിയോ എടുത്തതിനെക്കാട്ടി നല്ലോണം കുറച്ച് വിഷ്വൽസ് ഒക്കെ എടുക്കാൻ പറ്റി കേട്ടോ. എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉള്ളതുകൊണ്ട്, ലൈറ്റ് ഉള്ളതുകൊണ്ട്. അന്ന് പക്ഷേ ആ ഷോർട്ട് വീഡിയോ എടുത്ത് ഇത്ര ലൈറ്റ് ഇല്ല, അതുകൊണ്ട് നല്ല ഭംഗിയൊക്കെ ആയിരുന്നു ആ ഷോട്ട് എടുത്തപ്പോൾ. പക്ഷെ ഇപ്പൊ നല്ല ആളായിരുന്നു ഇല്ലേ? നല്ല ആളായിരുന്നു, ശരിക്കും ആളുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് ഭയങ്കര ആളുണ്ടായിരുന്നു. പണ്ട് ഇങ്ങനെയല്ല, ഞങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞു വെച്ചാൽ പണ്ട് കണക്കല്ലായിരുന്നു. ഇവിടെ ഇത്ര ആൾക്കാരൊന്നും നമുക്ക് ഒറ്റയ്ക്ക് വരുമ്പോൾ പേടിയായിരുന്നു ഇല്ലയോ? അങ്ങും ഇങ്ങോ 2 3 പേരോ അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. പക്ഷെ റോഡ് തന്നെ ഭയങ്കര ബ്ലോക്ക് ആട്ടോ. ഇപ്പൊ നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ഭയങ്കര തിരക്ക്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാതാ, നോക്കിയാ ഇത് കണ്ടോ, ഇങ്ങനെ കോൺവേ ആയിട്ട് വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുക. പക്ഷെ അവിടെ വണ്ടി ഇടാനുള്ള സൗകര്യങ്ങൾ ശരിക്കും അതാണ്, വണ്ടി ഇടാനുള്ള സൗകര്യം ഉണ്ട്. അത്യാവശ്യം ആ കാര്യങ്ങളൊക്കെ അവർ നല്ലോണം കേട്ടോ. അതിന് നോക്കാനും ആളൊക്കെ ഉണ്ട്. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ പെട്ടുപോകത്തൊന്നുമില്ല. കാറിന് 30 രൂപ, അതാണെങ്കിൽ ബൈക്സിനൊക്കെ 10 രൂപ കേട്ടോ അവര് ചാർജ് ചെയ്യുന്നത്. കുഴപ്പമില്ല. അത് നമുക്ക് ഇന്ന ടൈം വരെ ഒന്നും ഇല്ല. മൊത്തം എത്ര നേരം നമ്മൾ അത്രയും ടൈമിൽ അത്ര റേഞ്ചേ ഉള്ളൂ. പക്ഷെ കൊള്ളാം. നിങ്ങളങ്ങ് കരുനാപ്പള്ളിയും കൊല്ലത്തുള്ളവർ, അതെനിക്ക് ഇപ്പൊ പാലമൊക്കെ വന്നുകൊണ്ട് ആലപ്പുഴ വരെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. പല സ്റ്റേറ്റിൽ നിന്ന് ആൾക്കാർ അവിടെ വരുന്നുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ. നമ്മൾ നോക്കിയോ, തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാരെ കണ്ടു അവിടെ. അപ്പം അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പർ. അപ്പൊ എല്ലാവർക്കും ഓക്കെ, ബൈ.